ഹലോ 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 കുഞ്ഞികൃഷ്ണനാണോ? അല്ല. ഹലോ, കുഞ്ഞികൃഷ്ണൻ അല്ലേ? അല്ല. പിന്നെ വാസു ആണോ? അല്ല. പിന്നെ പിന്നെ നിങ്ങൾ ആരാ? ഉണ്ണിയാണോ? എന്തെങ്കിലും ഒന്ന് പറ. ഉണ്ണിയാണോ? അല്ല. പിന്നെ ആരാ എൻ്റെ വീട്ടിൽ ഈ പാതിരാ നേരത്ത്? ആരാ നിങ്ങൾ? കുഞ്ഞികൃഷ്ണൻ ഇല്ലേ അവിടെ? നിങ്ങൾ ആരെങ്കിലും ആട്ടെ, എനിക്കൊരു ഉപകാരം ചെയ്യാവൂ. എൻ്റെ ഭാര്യയുടെ പെയിൻ ആൻഡ് പാലിറ്റീവിലാണ്, മെഡിക്കൽ കോളേജിനടുത്ത്. അലമാരയുടെ താഴത്തെ തട്ടിൽ മാതാവിൻ്റെ രൂപവും ഒരു കൊന്തയുണ്ട്. അതൊന്ന് എത്തിച്ചേരുമോ? അവൾ മരിച്ചു പോകും, അതിന് മുമ്പ് ഒന്ന് എത്തിച്ചേരാമോ? നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്തത്? എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒന്ന് എത്തിച്ചു തരാമോ? പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളൊരു മനുഷ്യനാണല്ലോ, ദൈവം നിങ്ങളെ രക്ഷിക്കും. എന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നതിന് പാവ സ്ത്രീയോർത്ത് പ്ലീസ്. എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. മേശപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ട്, മുഖപരിചയത്തിന് അത് മതിയല്ലോ. പണം വേണമെങ്കിൽ ഷെൽഫിലുണ്ട്, താക്കോല് ഷോക്കേസിലെ ഫ്ലവർ വേസിലും. മറക്കരുത്, 31 നമ്പർ മുറിയിൽ ഞങ്ങൾ ഉണ്ടാവും. എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒന്ന് എത്തിച്ചു തരാമോ? പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളൊരു മനുഷ്യനാണല്ലോ.
കൊന്ത, നിങ്ങൾ വന്നല്ലേ? താങ്ക് യു വെരി മച്ച്. ഉണ്ണി ഉണ്ണി എവിടെ? എൻ്റെ ഉണ്ണി എവിടെ? എൻ്റെ മോനോട് വരാൻ പറയൂ. ഉണ്ണി എൻ്റെ ഉണ്ണി ഉണ്ണി. ഇത് നമ്മുടെ ഉണ്ണിയല്ല, വേറൊരു ഉണ്ണിയാണ്. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആരോ ആട്ടെ, ഹൃദയമുള്ളൊരു മനുഷ്യനാണല്ലോ, അത് മതി. എൻ്റെ പേര് കുര്യാക്കോസ്. കുറേ കാലം അധ്യാപകനായിരുന്നുകൊണ്ട് നാട്ടുകാരൊക്കെ എന്നെ കുര്യാക്കോസ് സാറേന്ന് വിളിക്കും. ഒരു മകനുണ്ട്, ഉണ്ണി. എവിടെയോ ആണ്. എന്താ അസുഖം? വയറ് വേനെന്നാ ആദ്യം പറഞ്ഞത്, പിന്നെയല്ലേ അറിഞ്ഞത് അതാവൻ തന്നെ. പൊള്ളിലൊക്കെ പരന്നു കഴിഞ്ഞില്ല ഡോക്ടർ പറയുന്നത്. ഉണ്ണി വാ വാ. ഉണ്ണി മോനെ, നീ എവിടെയായിരുന്നടാ? നീ എങ്ങോട്ടും പോകരുത്, അമ്മൻ്റെ കൂടെ തന്നെ നിൽക്കണം മോനെ. അമ്മയെ വിട്ട് മോനെങ്ങും പോവരുത് ഉണ്ണി. അമ്മ വിട്ട് എങ്ങും പോവരുതിട്ടോ. പേഷ്യന്റിനെ കൊണ്ട് സംസാരിപ്പിക്കലെന്ന് എത്ര തവണ പറഞ്ഞതാ? വയറുവേദന തുടങ്ങിയിട്ട് കുറേ കാലായി. അന്നൊന്നും കൂട്ടാക്കിയില്ല. ഇപ്പം 2 ആഴ്ചയായി കലശലായിട്ട്. അപ്പോഴാണ് ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയില്ല, വൈകിപ്പോയത്ര. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാനാ പറയുന്നത്. ഉണ്ണി കുറേ കാലായി വിളിക്കാറില്ല. അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ കിട്ടണമില്ല. അവക്കാണെങ്കിൽ അവനെ ഓർത്ത് കരയാനേ നേരമുള്ളൂ. ഞാൻ ഓടിച്ചു വിട്ടതാണെന്ന് പറഞ്ഞ് എന്നോടാ വഴക്ക്. മകൻ നശിച്ചു പോകുന്നത് ഏതച്ഛനാ സഹിക്കാൻ കഴിയുക? അതും ഒരേ ഒരു മകൻ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചു ഡിഗ്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. എന്നിട്ട് എന്താ, ഒരു ജോലിക്ക് അവൻ ശ്രമിച്ചില്ല. പതുക്കെ പതുക്കെ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. നിക്ക്, എവിടെയായിരുന്നു ഇതുവരെ? നിന്നോടാ ചോദിച്ചത്, ഇതുവരെ എവിടെയായിരുന്നു? എനിക്കിഷ്ടമുള്ളടത്ത്. ഉണ്ണി, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ വരും, പോകും. നീ കുടിച്ചിട്ടുണ്ടോ? നിന്നോടാ ചോദിച്ചത്, കുടിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. രാവിലെ പോവാ, പാതിരാത്രിക്ക് വരിക.
ഇതെന്താ സത്രാന്ന് കരുതിയോ നീ? മതി പറഞ്ഞത്. നീ വാ മോനെ. നീയാണ് അവനെ വഷളാക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാലേ അവനെ വീട്ടിലിരിക്കാൻ തോന്നാ. അവനൊരാണല്ലേ. അതിനൊരു1000 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് എവിടുന്നാ കാശ്? നീ പപ്പയോട് ചോദിക്ക്. അമ്മ തന്നാ മതി, എനിക്ക് വയ്യ ചോദിക്കാൻ. പറ്റില്ല, വേണ്ട. നീ കാശില്ലാതെ അങ്ങ് പോയാ മതി. എനിക്കും ആവശ്യങ്ങളുണ്ട്. നിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഒരൊറ്റ പൈസ നിനക്ക് ഞാൻ തരത്തില്ല. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കണോ? വേണ്ട, പോയി തെണ്ട്. പൂത്ത പണം ഉണ്ടല്ലോ പെട്ടിയില്, അതിലൊരു1000 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയതാ. നിനക്ക് കൊണ്ടുപോയി കള്ളുടിക്കാനുള്ളതല്ല. അതിന് എനിക്കും അവകാശമുണ്ട്. നിന്റെ അവകാശം കള്ളും കുടിച്ച് അങ്ങാടി നിരങ്ങുന്നതാണോ നിന്റെ അവകാശം? ബാർ കയറി മൂക്കറ്റം കുടിച്ച് അടിപിടി ഉണ്ടാക്കുന്നതാണോ നിന്റെ അവകാശം? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചെയ്തോ, പക്ഷെ ഈ വീട് താമസിച്ചുകൊണ്ട് വേണ്ട. ഓഹോ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോണം അല്ലേ? ആ, ഇങ്ങനെയാണ് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയാണല്ലേ. ശരി, ഞാൻ പോകാം. നിങ്ങൾ 2 ദുർഭൂതങ്ങളായി പണപ്പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ചാകുമ്പോ കുഴിയിലിട്ട് മൂടാനാണോ നിങ്ങളിത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതം, നിങ്ങളുടെ മകനെ ജനിച്ചാണ് എന്റെ ശാപം. എവിടെയെങ്കിലും പോയി നശിക്കി. ഇനി ഈ വീട്ടിൽ നിന്നെ കണ്ടുപോരും. മോനെ, വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. അങ്ങനെ അവൻ പോയി. പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ലേ? ഇല്ല, 1 വർഷത്തിന് ശേഷം അവൻ്റെ ഫോൺ വന്നത്. പൂനമല്ലി ഹൈവേ റോട്ടിലെ ഏതോ അലൂമിനിയം കമ്പനിയിൽ നിന്ന്. പതുമില്ലാണ്ടായി. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണമില്ല. ഉണ്ണി, 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 അയ്യോ, ആ, ആ, ഉണ്ണി, ആ, 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 മാതാവേ, ആ, ഉണ്ണി, ആ, അമ്മേ, ആ, 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 അയ്യോ, ഉണ്ണി, ആ, എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? ഇവക്ക് അന്തികുലാസ കൊടുക്കണം. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇവളിങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെ? ഞാൻ പോകാം. പക്ഷേ അതാ ആ മതിലിനപ്പുറത്ത് കാണുന്നത് ആ പള്ളി. ഞാൻ വിളിച്ച അച്ഛൻ വരുമോ? തീർച്ചയായും വരും.
പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പുറത്ത് നിന്നെ വിശുദ്ധീകരിക്കുകയും തൻ്റെ മാലാഹമാരെ അയച്ച് നിരന്തരം നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് മിശിഹായുടെ കുരിശിൽ സ്വയം സമർപ്പിക്കുവാനും നിത്യസൗഭാഗ്യത്തിലുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനും അവിടുന്ന് നിന്നെ ശക്തയാക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്നെ ശുശ്രൂഷിക്കുന്നവരെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മികവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കുവാൻ മാർഗരറ്റ് ലേപനം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിസ്സഹായനായ ഒരു പിതാവിൻ്റെ ഔദ്യത്യമില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കണം. എനിക്ക് തിരക്കൊന്നുമില്ല സാർ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. മറ്റൊന്നും വിചാരിക്കരുത്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. സാർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എൻ്റെ മകന് അവനെ ഒന്ന് വിവരം അറിയിക്കണം. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. കമ്പനി ചെന്നിട്ട് വളരെ നാളായിന്ന അറിയാൻ കഴിഞ്ഞത്. അവന്റെ മുഖം കാണാതെ അവള് മരിച്ചാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ പോകാം, പോയി ഉണ്ണിയെ കൂട്ടിക്കൊണ്ടുവരാം. സാർ ധൈര്യമായിട്ടിരിക്കും, അതിനു മുമ്പ് ഒന്നും സംഭവിക്കില്ല. കമ്പനിയുടെ പേര് ഞാൻ എഴുതി തരാം.
അണ്ണാ, யாரடா நீ? ഞാൻ ഉണ്ണിയെ അന്വേഷിച്ച്. யாரடா அந்த உண்ணி? அண்ணா இவன்தான். யாரடா இவன்? ഉണ്ണിക്കെന്നെ പരിചയം ഉണ്ടാവില്ല. ഉണ്ണിയുടെ അച്ഛനാ എന്നെ പറഞ്ഞയച്ചത്. അമ്മയുടെ സ്ഥിതി വളരെ മോശം. വാ പോകാം, ഇനിയും വയ്യ. டேய் என்னடா நில்லடா இங்க ஓதப்ப. இந்த திருட்டு பயலை கூட்டிட்டு போகாம நினைச்சா முதல்ல பணத்தை கொடு, அப்புறம் போவாம். ഞാൻ ഇവർക്ക് കാശ് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ ഇവരെന്നെ വിടില്ല. காசு வைடா, அல்லானா திரும்பி போயிடு. சொன்னது கேடா. എത്രയാ? 1200. വാ. போடா. ബോധം വരുമ്പോഴൊക്കെ ഉണ്ണി വന്നോന്ന് അമ്മ തിരക്കുന്നത്. ഇപ്പൊ തന്നെ പോകാം, ഇനിയും വയ്യ. ഒരുപക്ഷേ ഞാൻ വരുന്നില്ല. എന്താ, നീ വരുന്നില്ലെന്നോ? അതെ, വരുന്നില്ല. സമയമായില്ല. സമയമോ? മരിക്കാൻ കിടക്കുന്ന അമ്മയുടെ അടുത്ത് പോകാൻ സമയം നോക്കണോ? ആ വേണം. ഉറക്കത്തിലും ഉണർച്ചയിലും നിന്നെ മാത്രം വിചാരിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യരുണ്ട് അവിടെ. മകനെ കാണാൻ കഴിയാത്ത ദുഃഖത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മ, കുറ്റബോധം കൊണ്ട് നീറി മരിക്കുന്ന ഒരച്ഛൻ. ഒരു മകന്റെ കടമ ചെയ്യാനായില്ലെങ്കിൽ വേണ്ട, ഒന്ന് വന്ന് കാണാൻ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോ സാറോട് ഞാൻ എന്ത് പറയും? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. മരിക്കാൻ കിടക്കുന്ന അമ്മ. ഇതൊരു ശല്യമല്ലോ. ഉണ്ണി സ്ഥലത്തില്ല, വേറെ ഏതോ കമ്പനിയില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല.
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സഹോദരി മാർഗരറ്റ് ജനിച്ചു വളർന്ന ഈ ഭവനത്തോട് അന്ത്യയാത്ര പറയുന്ന ഈ വേളയിൽ പരേതയോടുള്ള ആദരസൂചകമായി സഹോദരി മാർഗരറ്റിൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം അർപ്പിക്കുകയും മൃതശരീരത്തിൽ പുഷ്പദളങ്ങൾ വിതറുകയും ചെയ്യുകയാണിപ്പോൾ. തുടർന്ന് മൃതദേഹം സംവഹിച്ചുകൊണ്ട് നാം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഭക്തി ആദരപൂർവം ഈ വിലാപയാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ.